ഇവളുടെ കല്യാണത്തെക്കുറിച്ച് അവർക്ക് സ്വപ്നങ്ങളില്ലാതിരിക്കൂ? അവരുടെ കൈപിടിച്ചല്ലേ ഇവള് വിവാഹമണ്ഡപത്തിൽ കയറേണ്ടിയിരുന്നേ. ധനുഷ് കാരണം അതെല്ലാം ഇല്ലാതായില്ലേ. ആ സങ്കടം മാറാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് അവർക്ക് ഇവളോട് സ്നേഹമില്ലാന്നൊന്നും അർത്ഥമില്ല. ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം കമ്പനിയിൽ എന്നെ ഏൽപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊരു തുടക്കം മാത്ര. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ ബിസിനസിന്റെ 4 തൂണുകളെപ്പറ്റി. ആൺമക്കളും മരുമകനും ചേർന്ന് ആ ബിസിനസിനെ നന്നായിട്ട് കൊണ്ടുപോയാൽ മതി. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അർച്ചന പറഞ്ഞിട്ടാ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചതെന്നും എനിക്കറിയാം. ഒരിക്കലും ഞാൻ വിശ്വാസവഞ്ചന കാണിക്കില്ല. വാക്കിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാ ധനുഷത് തെളിയിക്കേണ്ടത്. നന്ദേട്ടന്റെയും സന്ദീപിന്റെയും സമ്മതമില്ലാതെയാ ഇപ്പൊ അച്ഛൻ ധനുഷിനെ അവിടെ നിയമിക്കുന്നത്. അതിന്റെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അതെല്ലാം നേരിടണം. ഇവിടുന്ന് അങ്ങോട്ട് ധനുഷ് എടുക്കുന്ന ഓരോ തീരുമാനവും അവർക്കും കൂടി അംഗീകരിക്കാൻ പറ്റുന്നതാവണം. ധനുഷിന്റെ പെരുമാറ്റം കൊണ്ടാവണം അവരുടെ പിണക്കവും പരിഭവവും എല്ലാം മാറ്റാൻ. ഞാൻ കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്ത് തീരുമാനമെടുക്കുമ്പോഴും അവരോട് ആലോചിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ അതിനേക്കാളൊക്കെ വലുതായിട്ട് ഇതിനെല്ലാം കാരണക്കാരിയായത് അർച്ചനയാണ്. അർച്ചനയ്ക്ക് ഞാൻ കാരണം ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. മോളെ, ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. നിന്റെ ജീവിതത്തില് സന്തോഷം ഉണ്ടായാൽ മതി. അത് കാണുമ്പോ ഏട്ടന്മാരുടെ എല്ലാ പിണക്കങ്ങളും മാറും. എന്തൊക്കെയായാലും നീ ഞങ്ങളുടെ കുഞ്ഞനീത്തിയല്ലേ. അങ്ങനെയൊന്നും നിന്നെ കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ. എടുത്തേ. ഇനി ഞാൻ എല്ലാവരോടും കാര്യം പറയാം. ധനുഷിനെ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് നിയമിച്ചുകൊണ്ടുള്ള അപ്പോയിൻമെന്റ് ലെറ്ററാണിത്. നീ ഇവിടെ കിടന്ന് രോഷം കൊണ്ടിട്ടേ ഒരു കാര്യമില്ല. ഇപ്പോ ഓഫീസിൽ അവന്റെ സ്ഥാനാരോഹണം നടക്കുകയായിരിക്കും. നെല്ലിശ്ശേരിയിലെ അടുത്ത യുവരാജാവിന്റെ സ്ഥാനാരോഹണം. എല്ലാത്തിനും പിന്നിൽ അർച്ചനയാണ്. ആർക്കും ഒരു സൂചന പോലും കൊടുക്കാതെ ധനുഷിനെ കമ്പനിയിൽ നിയമിക്കാനുള്ള തീരുമാനം അച്ഛനെ കൊണ്ടെടുപ്പിച്ചതിന് പിന്നിൽ അർച്ചനയുടെ ബുദ്ധിയാ ഉള്ളത്. എനിക്കറിയാം. സ്നേഹം മുന്നിൽ നിർത്തി അവനെ അങ്ങ് നന്നാക്കി കളയാന്നാ അവള് വിചാരിക്കുന്നത്. പക്ഷെ അത് നടക്കുന്നത് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നടക്കില്ല. ചെളിയിൽ നിന്ന് കയറി വന്നവനാ. ഏത് പട്ടുമെത്തയിൽ കിടത്തിയാലും ആ ചെളിയുടെ ഗന്ധം അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഒരു ദിവസം അവൻ ഉടക്കി എന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അവിടെയാ നിനക്ക് തെറ്റുപറ്റിയത്. ഏത് ചെളിയുടെ ദുർഗന്ധത്തെയും കഴുകിക്കളയാൻ പറ്റിയ ഒരേ ഒരു സുഗന്ധ ഔഷധമേ ഉള്ളൂ. അത് സ്നേഹമാണ്. ഒരു പെണ്ണിൻ്റെ സ്നേഹം കിട്ടിയാൽ അതിൻ്റെ ചൂടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നവരാ മിക്ക ആണുങ്ങളും. സ്നേഹം അവനെ മാറ്റിയെടുക്കും. സമ്മതിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ വീട് നശിപ്പിക്കാനുള്ള ആയുധമാക്കി സ്നേഹം ഉപയോഗിക്കാൻ മാത്രമാണ് ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവൻ എന്നെ ചതിച്ചു. അവളെപ്പോ അവൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു. എനിക്കിത് സഹിക്കില്ല. ഒരിക്കൽ അവന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നവളാ ഞാൻ. കഷ്ടകാലത്തിന് എനിക്കത് നഷ്ടപ്പെട്ടു പോയെങ്കിലും എന്റെ ഉള്ളിൽ അവനോടുള്ള സ്നേഹം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. നെല്ലിശ്ശേരിയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവനെയും കൊണ്ട് എനിക്കിവിടം വിട്ട് പോണം. അതാ എനിക്ക് വേണ്ടത്. അതൊന്നും ഇനി നടക്കുന്നു തോന്നുന്നില്ല. അർച്ചന നീ വിചാരിക്കുന്നത് പോലെ അല്ല. ധനുഷിനെയും സ്നേഹയും അർച്ചന കീഴടക്കിയതേ സ്നേഹം കൊണ്ടാ. അന്ന് സ്നേഹയ്ക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ സ്വന്തം ജീവൻ പോലും അവഗണിച്ച് അവള് സ്നേഹയെ പരിചരിച്ചു. ഔട്ട് ഹൗസിൽ നിന്ന് നെല്ലിശ്ശേരിയിലേക്ക് കയറാൻ അവരെ സഹായിച്ചതും അർച്ചനയാണ്. എന്ന് പറഞ്ഞാൽ സേതുമാധവൻ ധനുഷിനെ മരുമകനായി അംഗീകരിച്ചതിന് പിന്നിലെ ബുദ്ധി അർച്ചനയുടേതാ.
ഇപ്പോൾ കമ്പനിയിലെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ അവനെ നിയമിക്കുകയും ചെയ്തു. നിന്റെ ഭർത്താവടക്കം സേതുമാധവന്റെ മക്കൾ എല്ലാവരും എതിർത്തിട്ടും അവൻ കമ്പനിയിലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി. മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഞാനിനി എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് നീ നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനു മീതെ തോണി ഇറക്കണം എന്നല്ലേ പ്രമാണം. നിന്നെ മറികടന്ന് കമ്പനിയിൽ അവനിപ്പോൾ അധികാരമേറ്റു. ഇനി അവനെ പൊളിച്ചെടുക്കേണ്ടത് അവിടെ നിന്നാ. അതിനെന്ത് ചെയ്യാൻ പറ്റുന്ന നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ആവനാഴിയിൽ ഇനിയും ഒരുപാട് ആയുധങ്ങളുണ്ടല്ലോ. പുതിയൊരായുധം ഇനിയും തേച്ചും എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതിലൂടെ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തകർച്ച നിനക്ക് ഉറപ്പാക്കാൻ സാധിക്കും. നീ ഒന്നുകൂടെ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. അതിന് പറ്റിയൊരു ആയുധം ഇപ്പോഴും നീ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിനെ അങ്ങ് പുറത്തിറക്കി വിട്. ഹലോ, ഇത് ഞാനാ, അവന്തിക. വെൽക്കം സാർ. താങ്ക് യു. കുറേ നാൾ കൂടിയല്ലേ സാർ ഓഫീസിലേക്ക് വരുന്നത്, അതും പ്രൊമോഷനോട് കൂടെ. ഇതാണ് സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്രണ്ട് രേണുക. ഹലോ. ഹലോ. രേണുക, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ചുമതലകളും ഇനി മുതൽ ധനുഷനായിരിക്കും. അറിയാം സാർ. സേതുമാധവൻ സാർ ഇന്നലെ തന്നെ എല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു. ഓ, എന്താ ആലോചിക്കുന്നത്? ഈ ചെയറിലോട്ട് ഇരിക്കേ. നന്ദേട്ടനും സന്ദീപോ? അവര് രണ്ടുപേരും ഒരു മീറ്റിങ്ങിന് പോയതാ. വൈകുന്നേരം വരൂ. അവരില്ലാത്തത് ധനുഷ് കാര്യമാക്കണ്ട. നിങ്ങൾക്ക് എന്നിലുള്ള ഈ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടാതെ ഞാൻ കാത്തു സൂക്ഷിക്കും. പണ്ട് ഈ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ധനുഷ് ആയിരിക്കില്ല ഇനി ഞാൻ. അല്ലെങ്കിലും പണ്ടത്തെ ധനുഷ് സാർ അല്ലല്ലോ ഇപ്പോ. സാർ ഇപ്പോ MD-യുടെ മരുമകനല്ലേ. ഓഫീസ് വേറെ, വീട് വേറെ. അതാണ് എൻ്റെ ഒരു രീതി. വ്യക്തിപരമായ ബന്ധങ്ങൾ ഒരിക്കലും ജോലിയുമായി കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധനുഷ കസേരയിലൊന്നും ഇരുന്നേ, ഞങ്ങളൊന്ന് കാണട്ടെ. ഇന്നു മുതൽ രേണുകയായിരിക്കും ധനുഷിന്റെ അസിസ്റ്റന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും ഇനി ധനുഷുമായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. ശരി സാർ. ധനുഷ് ഇരിക്കേ, ഞങ്ങൾ ഇപ്പൊ വരാം. ആ. സുചേട്ടാ വാ. സാറിന് കോഫി വേണോ? ആ, ശരി. ശരി സാർ. രേണുക, ആ. ഒരു മിനിറ്റ്. എന്താ സാർ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ പെൻഡിങ് ഫയലുകളെല്ലാം എനിക്കൊന്ന് കാണണം. പിന്നെ ലാസ്റ്റ് 3 monthsലെ മുഴുവൻ പർച്ചേസ് ലിസ്റ്റും വേണം. ശരി സാർ. വയ്ക്കോളൂ. ഈ ഓഫീസിലേക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഒരു വെറും സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന ഈ ഓഫീസിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പോസ്റ്റിലേക്കുള്ള എൻ്റെ തിരിച്ചുവരവ് ഇവിടെ ആരും പ്രതീക്ഷിച്ചു കാണില്ല.
ഈ മാറ്റം ഒരുപാട് കാര്യങ്ങളുടെ തുടക്കമാണ്. ഈ കസേരയിൽ ഇരുന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോളാണ്. എന്നോടുള്ള കലിപ്പിലായിരിക്കും ഇപ്പൊ വിളിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് ഇവളെ കൂളാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ അത് പണിയാവും. ഹലോ, നീ എവിടെ പർച്ചേസിംഗ് ഹെഡിന്റെ കസേര കയറി ഞെളിഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? സ്ഥാനാരോഹണം കാണാൻ അർച്ചനയും നിന്റെ ഭാര്യയും വന്നിട്ടുണ്ടല്ലോ. സ്ഥാനാരോഹണം എപ്പോഴേ കഴിഞ്ഞു. നീ എന്തിനാ വിളിച്ചത്? എന്റെ അനുവാദം ഇല്ലാതെയാ നീ ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. എന്റെ അനുവാദം ഇല്ലാതെ കയറുന്നവർ ആ ഓഫീസിൽ അധികകാലം ജോലിയില്ല. അത് നിനക്കറിയാലോ. ഞാൻ ഇവിടെ ജോലിക്ക് കയറിയതേ എനിക്ക് വേണ്ടി മാത്രമല്ല. പിന്നെ നിന്റെ അനുവാദം വാങ്ങാതിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. നീ പറയുന്നത് ഇനിയും ഞാൻ വിശ്വസിക്കണം അല്ലേ? വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ഇവിടെ ഞാൻ ഈ പോസ്റ്റിലിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ദോഷവും സംഭവിക്കില്ല. അത് ഞാൻ ഉറപ്പുതരാം. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകനായ നീ ഇപ്പോ നന്മയുടെ പ്രതിരൂപം അല്ലേ? പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, ആ കസേരയിലിരുന്ന് നീ അനുസരിക്കേണ്ടത് എന്നെ മാത്രമാ. നടന്നത് തന്നെ. നീ എന്താ ഒന്നും പറയാത്തത്? മനസ്സിൽ നീ എന്നെ പുച്ഛിക്കായിരിക്കും ഇപ്പോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സീറ്റിലിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ദോഷം ഉണ്ടാവില്ല, മറിച്ച് ഗുണം മാത്രമേ ഉണ്ടാവൂ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താവും പറഞ്ഞതിന്റെ അർത്ഥം? ആ പോസ്റ്റിലിരിക്കുമ്പോ എനിക്ക് ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞാ അതിനർത്ഥം എന്താ? അവൻ ഇതുവരെ സ്നേഹയോട് കാണിച്ചതൊക്കെ അഭിനയാണെന്നാണോ? അതോ എന്നോടിപ്പോൾ കാണിക്കുന്നതാണോ അഭിനയം? എന്താ അവൻ്റെ മനസ്സിലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഡോക്ടർ, ഹായ്, കമോൺ ഗൈസ്. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സിറ്റ്. നമ്മുടെ ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം കിട്ടി. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. ടെൻഷന്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ ജേർണി കറക്റ്റ് ട്രാക്കിലൂടെയാ. ഡോക്ടറുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കോൺഫിഡൻസാ. മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. ബേബി എന്തു പറയുന്നു? അവള് ഹാപ്പിയാ. വെരി ഗുഡ്. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. മെഡിസിൻസ് കഴിക്കുക എന്നതുകൊണ്ട് മാത്രം ആയില്ല, നമ്മുടെ ജീവിത രീതികളിൽ കൂടി ചില മാറ്റങ്ങൾ വരുത്തണം. എല്ലാം ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും ഒക്കെയാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം. നമ്മുടെ ട്രീറ്റ്മെന്റ് ശരിക്കും 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ആരംഭിച്ചു. മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം ഡെയിലി ഉള്ള കുറച്ച് എക്സസൈസ് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ശരീരത്തിനും മനസ്സിനും അത് ഉന്മേഷം നൽകും. ഇതുവരെ അങ്ങനൊന്നും ചെയ്യാത്ത ആളാണ്. 2 പേരും കൂടി മോർണിംഗ് ഓർ ഈവനിങ് ഒരു ഹാഫ് ആൻ അവർ വാക്കിംഗ്, അല്പ യോഗ, അതൊക്കെ ആവാം. സച്ചി വേണം അർച്ചന ഇതിനെല്ലാം ഗൈഡ് ചെയ്യാൻ. അത് ഞാൻ ഏറ്റു ഡോക്ടർ. സച്ചേട്ടൻ എന്നും എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. ആ, ഇനി ഇത് 2 പേരും കൂടി ഒരുമിച്ചായിക്കോളും. നമ്മുടെ ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം വളരെ പോസിറ്റീവാ. അർച്ചന പ്രഗ്നന്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ രീതികളിലും ചില മാറ്റങ്ങൾ വരുത്തണം. നോൺ വെജ് ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് ഒഴിവാക്കാം. ലേറ്റ് നൈറ്റ് ഭക്ഷണം കഴിക്കാതിരിക്കുക. മോർണിംഗ് നല്ലതുപോലെ കഴിക്കാം. വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കണം. ഇതെല്ലാം നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഡോക്ടറുടെ ചികിത്സയുടെ കാര്യം ഞങ്ങൾ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല. വേണ്ട, അർച്ചനയുടെ പ്രഗ്നൻസി നമുക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാം. അതല്ലേ നല്ലത്?
ഇതിന്റെ ഒരു പോസിറ്റീവ് പോയിന്റ് എന്താന്ന് വെച്ചാ കൃത്യസമയത്ത് ഇത് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കല്യാണം കഴിച്ച് 5 or 6 കൊല്ലം കഴിഞ്ഞ് കുട്ടികളില്ലാതെ വരുമ്പോഴാണ് ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. താങ്ക്സ് ടു ഡോക്ടർ സന്ധ്യ. ഞാൻ ഡോക്ടർ സന്ധ്യയെ വിളിച്ച് താങ്ക്സ് പറഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞതെല്ലാം ഞാൻ സന്ധ്യ ഡോക്ടറോടും പറഞ്ഞു. ആ, സന്ധ്യ ഡോക്ടർക്ക് ഡോക്ടറെ ഒന്ന് കാണണമെന്നുണ്ട്. ഓഫ് കോഴ്സ്, എനിക്കും ആഗ്രഹമുണ്ട്. എന്തായാലും ഇന്നത്തെ ടെസ്റ്റുകൾ ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. നേരെ ലാബിലേക്ക് ചെന്നാൽ മതി. പോയി ടെസ്റ്റ് ചെയ്തിട്ടിങ്ങ് പോരണം. ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. ശരി ഡോക്ടർ, ഞങ്ങൾ പോയിട്ട് വരാം. മാഡം, ഞാനിവിടെ എത്തി. ആ, ഞാൻ വന്നോണ്ടിരിക്കുക. ഉടനെ എത്തും. വരാതിരിക്കില്ലല്ലോ അല്ലേ? ഞാൻ വരും. താൻ അവിടെ കാത്തു നിന്നാ മതി.